ഹലോ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സ് സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സബ്സെറ്റ്സ്, സൂപ്പർ സെറ്റ്സ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Consider A equal to set 1, 3, 5 and B equal to set 1, 2, 3, 4, 5, 6. Then ഈ രണ്ട് സെറ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? 1 belongs to A, 1 belongs to B, 3 belongs to A, 3 belongs to B, 5 belongs to A, 5 belongs to B. That means every element of A is also an element of B. അല്ലേ? ബിയിലെ കുറച്ച് എലമെന്റ്സ് എടുത്തിട്ട് ഉണ്ടാക്കിയ സെറ്റാണ് ഇത് എ എന്ന് പറഞ്ഞ സെറ്റ്. എയിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ട്. അങ്ങനെ എയിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടെങ്കിൽ we can say that A is a subset of B. അപ്പോ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. A set A is said to be a subset of a set B if every element of A is also an element of B. എയിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടെങ്കിൽ എയിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയുന്നു. This symbol stands for is a subset of or is contained in. അപ്പോൾ സബ്സെറ്റ് എന്നുള്ളതിന്റെ സിമ്പിൾ ആണ് ഈ സിമ്പിൾ. അപ്പൊ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി നമുക്ക് എങ്ങനെ എഴുതാം? എ കഴിഞ്ഞിട്ട് ഈ സിമ്പിൾ ഇടാ, എന്നിട്ട് ബി. അപ്പോ ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുക? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമ്മൾ റീഡ് ചെയ്യും. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആകാനുള്ള കണ്ടീഷൻ എന്താണ്? എയിലെ എല്ലാ എലമെന്റും ഏതിലുണ്ടായിരിക്കണം? ബിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഓപ്പൺ ആയ ഭാഗത്താണ് ആ വലിയ സെറ്റ് വരിക. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻ അതർ വേർഡ്സ്, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ബിലോങ്സ് ടു എ. ഇംപ്ലൈസ് എന്നാണ് ഇത് വായിക്കുക. ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി. അപ്പൊ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എയിലുണ്ടെങ്കിൽ ആ എലമെന്റ് ഏതിലും ഉണ്ടായിരിക്കണം? ബിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് എങ്ങനെ വരിക? എ സബ്സെറ്റ് ഓഫ് ബി വരിക. അപ്പൊ ഒരു എലമെന്റ് എയിലുണ്ടെങ്കിൽ ആ എലമെന്റ് ഏതിലും ഉണ്ടായിരിക്കണം? ബിയിലും ഉണ്ടായിരിക്കണം. ഇഫ് എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, സബ്സെറ്റ് ആകാതിരിക്കേണ്ട കണ്ടീഷൻ എന്താണ്? എയിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് ഏതിലുണ്ടാകില്ല? ബിയിൽ ഉണ്ടാകില്ല. ദാറ്റ് മീൻസ് എ ബിലോങ്സ് ടു എ ബട്ട് എ നോട്ട് ബിലോങ്സ് ടു ബി ആണെങ്കിൽ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. വി റൈറ്റ് ദിസ് വൺ ആസ് എ സബ്സെറ്റ് എന്ന് എഴുതിയിട്ട് ഒരു ക്രോസിൽ ഒരു ലൈൻ ഇട്ടാൽ മതി. ക്രോസ് ലൈൻ ഇട്ടിട്ട് ബി. അപ്പൊ എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോ സബ്സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. സബ്സെറ്റ് അല്ലാത്ത കേസ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ടെങ്കിൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എയിലുള്ള ഒരു എലമെന്റ് എങ്കിലും ബിയിൽ ഇല്ലെങ്കിൽ എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. കൺസിഡർ എ ഈക്വൽ ടു സെറ്റ് 1, 3, 5 ആൻഡ് എ ഈക്വൽ ടു 1, 3, 5. എ എന്ന് പറഞ്ഞ സെറ്റ് കൺസിഡർ ചെയ്യുക. അപ്പൊ എയിലുള്ള 1, 3, 5 ഇതിൽ എയിലും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാ? എയിലെ എല്ലാ എലമെന്റും എയിലുണ്ട്. ദാറ്റ് മീൻസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇറ്റ്സെൽഫ്. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റും എയിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാ? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. അപ്പൊ ഒരു സെറ്റ് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? ആ സെറ്റും കൂടെ എഴുതണം. കൺസിഡർ 5
ദാറ്റ് ഈസ് നൾ സെറ്റ്. എം ടി സെറ്റ് കൺസിഡർ ചെയ്യുക. ആൻഡ് എ ഈക്വൽ ടു 1 3 5. എം ടി സെറ്റിലുള്ള എല്ലാ എലമെന്റും എയിൽ ഉണ്ടാവുമോ? എം ടി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം ടി സെറ്റിലെ എലമെന്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എവരി എലമെന്റ് ഓഫ് എം ടി സെറ്റ് ഈസ് എൻ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞൂടെ? സബ്സെറ്റ് ആകാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഇവിടെ ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം, ആ എലമെന്റ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു എലമെന്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള ഒരു എലമെന്റ് എയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഹെൻസ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ നോട്ട് കിട്ടി. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടാണ് നമ്മളിപ്പോ പഠിച്ചത്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പൊ ഒരു സെറ്റ് തന്നിട്ട് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് സബ്സെറ്റ് ഇപ്പോൾ തന്നെ കിട്ടി. ഒന്നെന്താണ്? 5 നൾ സെറ്റ്. സെക്കൻഡ് എന്താണ്? ഏഴ് സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എ തന്നെ എഴുതാം നമുക്ക്. A equal to 1 3 5 and B equal to set of all x such that x is an odd natural number less than 6. This A equal to 1 3 5, B equal to odd natural number less than 6, then B equal to 1 3 5. Then is A subset of B? A ഇലുള്ള എല്ലാ എലമെന്റും B യിലില്ലേ? അപ്പോൾ A subset of B. B subset of A ആണോ? ബിയിലുള്ള എല്ലാ എലമെന്റും 1 3 5 ഏതിലുണ്ട്? എയിലും ഉണ്ട്. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഓൾസോ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെ എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റും ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എയിലും ബിയിലുള്ള എലമെന്റ്സ് എന്താണ്? സെയിം എലമെന്റ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് അടുത്ത റിസൾട്ട് കിട്ടി. എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്നാണ് ഈ സിമ്പിളിന്റെ മീനിങ്. ദാറ്റ് മീൻസ് എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. തിരിച്ചും വരും. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബിയും ആണ്, ബി സബ്സെറ്റ് ഓഫ് എയും ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റിസൾട്ടാണ് ഇപ്പോൾ പഠിച്ചത്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. 5 is a subset of every set. A subset of B യും B subset of A യും ആണെങ്കിൽ A equal to B ആയിരിക്കും. നെക്സ്റ്റ് സബ്സെറ്റിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. The set Q of rational numbers is a subset of the set R of real numbers. അല്ലേ? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ചേർന്നാലാണ് എന്ത് വരിക? റിയൽ നമ്പേഴ്സ് വരിക. എവരി റാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. ദാറ്റ് മീൻസ് റാഷണൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. എ ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ. എ സബ്സെറ്റ് ഓഫ് ബി ആണോ? ഒന്ന് നോക്കിയേ. എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റും എ ബിയിലുണ്ട്. ഇ ബിയിലുണ്ടോ? ബിയിലില്ല. അപ്പൊ എയിലെ എല്ലാ എലമെന്റും ഈ 5 എലമെന്റ്സും ഏതിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എ സബ്സെറ്റ് ഓഫ് ബി ആകുകയുള്ളൂ. ഹിയർ ഇ ബിലോങ്സ് ടു എ ബട്ട് ഇ നോട്ട് ബിലോങ്സ് ടു ബി. അപ്പോ അവിടുന്ന് എന്താ കിട്ടുക? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അല്ലെ? എ സബ്സെറ്റ് ഓഫ് ബി ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ എയിലുള്ള ഇ എന്ന് പറഞ്ഞ എലമെന്റ് ബിയിൽ ഇല്ല. ഹെൻസ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ബി എയുടെ സബ്സെറ്റ് ആണോ? എയിലുണ്ട്. ബി എയിലുണ്ടോ? ഇല്ല. ഹെൻസ് B belongs to B but B not belongs to A. അല്ലെ? ബിയിലുള്ള എല്ലാ എലമെന്റും ഏതിലില്ല? എയിലില്ല. ഹെൻസ് B is not a subset of A. അപ്പൊ A ബിയുടെ സബ്സെറ്റും അല്ല, B എയുടെ സബ്സെറ്റും
അല്ല. അപ്പൊ സബ്സെറ്റ് ആണോ അല്ലയോ എന്ന് ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് സൂപ്പർ സെറ്റ്. അപ്പൊ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ്, അതിലുള്ള കുറച്ച് എലമെന്റ് മാത്രം ഉള്ളത്. അതിന് സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, സൂപ്പർ സെറ്റ് അല്ലെ. ലെറ്റ് എ ആൻഡ് ബി ബി ടു സെറ്റ്സ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. അല്ല, എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ഒരു സെറ്റ് അതേ സെറ്റിന്റെ തന്നെ എന്താണ്? സബ്സെറ്റ് ആണ്. ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി, അങ്ങനെയുള്ള സിറ്റുവേഷനും വരുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എ ഈസ് കോൾഡ് എ പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ ഈക്വൽ അല്ലാത്ത കേസിൽ എനെ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയുള്ള കേസിൽ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പൊ എയിലുള്ള എലമെന്റ്സിനേക്കാളും ഒരു എലമെന്റ് എങ്കിലും കൂടുതൽ ബിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 1 2 3. 1 2 3. ഇവിടെയോ 1 2 3 കഴിഞ്ഞിട്ട് ഒരു എലമെന്റ് കൂടുതലുണ്ടല്ലോ, 4 ഉണ്ട്. അപ്പോ എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ പ്രോപ്പർ അല്ലാത്ത സബ്സെറ്റ് ഏതായിരിക്കും? 1 2 3 തന്നെ. എ ഈക്വൽ ടു 1 2 3 ആണെങ്കിൽ ബിയും തന്നെ 1 2 3 ആണെങ്കിൽ അത് ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് എങ്കിലും കൂടുതൽ ബിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കേസിൽ ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. ബിനെ എനേക്കാളും സൂപ്പർ ഒന്നെങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം. ഒന്ന് മാത്രമല്ല, കുറേ എലമെന്റ്സ് കൂടുതൽ ഉണ്ടാകാം. ഒരു എലമെന്റ് എങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ? സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പൊ ചെറിയ സെറ്റിനെ സബ്സെറ്റ് എന്നും ആ വലിയ സെറ്റിനെ പറയുന്ന പേര് സൂപ്പർ സെറ്റ് എന്നുമാണ്. Problem. Consider the sets null set A equal to set 1 3, B equal to set 1 5 9, C equal to set 1 3 5 7 9. Insert the symbol subset or not a subset between each of the following pair of sets. First consider empty set B. അപ്പോൾ നമുക്ക് ഈ സെറ്റ്സ് ഒന്നും നോക്കേണ്ട, നമ്മൾ പഠിച്ചതാണ് empty set is a subset of every set അല്ലേ. empty set എല്ലാ സെറ്റിന്റെയും എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തിടാം? 5 സബ്സെറ്റ് ഓഫ് ബി. ക്ലിയർ? നെക്സ്റ്റ് എ ബി ചെക്ക് ചെയ്തേ. എയും ബിയും 1 ഹിയർ 1 3. ബിയിൽ എന്തില്ല? 3 ഇല്ല അല്ലെ. എയിലുള്ള എല്ലാ എലമെന്റും ബിയിലില്ല. 3 എന്ന് പറഞ്ഞ എലമെന്റ് എയിലുണ്ട്, ബട്ട് 3 നോട്ട് ബിലോങ്സ് ടു ബി. ഹെൻസ് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. നെക്സ്റ്റ് എയും സിയും ചെക്ക് ചെയ്തേ. എ 1 3, സി 1 3 5 7 9. കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എയിലുള്ള 1ഉം 3ഉം ഏതിലുണ്ട്? സിയിലുണ്ട്. അപ്പോൾ 1 3 ബിലോങ്സ് ടു എ, ഓൾസോ ബിലോങ്സ് ടു സി. ഹെൻസ് എയിലുള്ള എല്ലാ എലമെന്റും സിയിൽ ഉള്ളത് കൊണ്ട് എ സബ്സെറ്റ് ഓഫ് സി. ബി ആൻഡ് സി, ബിയും സിയും 1 5 9. സിയിലോ 1 5 9 അല്ലെ. ബിയിലുള്ള ഈ 3 എലമെന്റും സിയിൽ ഉണ്ട്. ഹെൻസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. അപ്പൊ ബി സിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് സിനെ പറയുന്ന പേരെന്താണ്? സൂപ്പർ സെറ്റ്. ബി സബ്സെറ്റ് ആണ്, സി എന്താണ്? സൂപ്പർ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സബ്സെറ്റ് ആണോ നോക്കാൻ ഇതിലുള്ള എല്ലാ എലമെന്റും മറ്റേ സെറ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് 56. ബി സെറ്റ് ഓഫ് പ്രൈം ഡിവൈസേഴ്സ് ഓഫ് 56. ഈസ് ബി സബ്സെറ്റ് ഓഫ് എ. ഡിവൈസേഴ്സിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൽ നിന്ന് പ്രൈം നമ്പേഴ്സ് എടുത്താലാണ് എന്ത് കിട്ടുക? പ്രൈം ഡിവൈസേഴ്സ് കിട്ടുക. അപ്പൊ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. നമുക്ക് അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം. എ ഈക്വൽ ടു
56ന്റെ ഡിവൈസേഴ്സ് 1 into 56, അപ്പോൾ 156. 2 into 28, hence 228. 3 ഡിവൈഡ് ചെയ്യില്ല. 56/3 ഡെസിമൽ കിട്ടാതിരിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. 56/4 14 ആണ്, അപ്പോൾ 414. 5 56നെ ഡിവൈഡ് ചെയ്താൽ പോയിന്റ് സംതിങ് കിട്ടും, അപ്പോൾ ഡിവൈസർ അല്ല. പിന്നെ ഏതാ ഡിവൈസർ? 7 into 8 equal to 56. അപ്പോൾ these are divisors of 56. hence a equal to this set. ഇതിൽ നിന്ന് പ്രൈം നമ്പേഴ്സ് എടുത്താലാണ് എന്ത് കിട്ടുക? പ്രൈം ഡിവൈസേഴ്സ്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 7ഉം. അപ്പോൾ b equal to 2 7. അപ്പോൾ ഇതിൽ നിന്നും പ്രൈം നമ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്? ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്? ബിയിലുള്ള 2ഉം 7ഉം ഏതിലുണ്ട്? എയിലുണ്ട്. ഹെൻസ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആൻഡ് സി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് ബി. എ ഈക്വൽ ടു സെറ്റ് 1 2 കോമ സെറ്റ് 3 4. ശ്രദ്ധിക്കണം, ഇത് സെറ്റ് 3 4 ആണ്. 5. Which of the following statements are correct, incorrect and why? Set 3 4 subset of A. Set 3 4 subset of A ആകണമെങ്കിൽ സെറ്റ് 3 4ലുള്ള എല്ലാ എലമെന്റും ഏതിലുണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. സെറ്റ് 3 4ലുള്ള എലമെന്റ് ഏതാണ്? 3ഉം 4ഉം. 3ഉം 4ഉം സെറ്റ് 3 4ലുണ്ട്. പക്ഷെ എയിലുണ്ടോ? എയിലുള്ള എലമെന്റ്സ് അതൊക്കെയാണ് 1 belongs to A, 2 belongs to A, സെറ്റ് 3 4 belongs to A. സെറ്റ് 3 4ഉം 3ഉം 4ഉം വ്യത്യാസമാണ്, അത് ഈക്വൽ അല്ല. ഇത് ഒരു എലമെന്റ് ആണ്. സെറ്റ് 3 4 എന്ന് പറഞ്ഞത് ഒരു എലമെന്റ് ആണ്, അത് 3ഉം 4ഉം അല്ല. 5 belongs to A. അപ്പോൾ 1 2 3 4 എലമെന്റ്സ് ആണ് എയിൽ ഉള്ളത്. അപ്പോ 3ഉം 4ഉം സെറ്റ് 3 4ലെ എലമെന്റ് ആണ്. ബട്ട് 3ഉം 4ഉം ഏതിലില്ല? എയിലില്ല. ഇതേമാതിരി വേണം. 1 2 കഴിഞ്ഞിട്ട് കോമ 3 കോമ 4 അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 3ഉം 4ഉം ഏതിലുണ്ടാവൂ? എയിലുണ്ടാകൂ. അപ്പൊ 3ഉം 4ഉം എയിലില്ല. ഹെൻസ് സെറ്റ് 3 4 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് നോക്കണം, തെറ്റ് വരാൻ പാടില്ല. സെറ്റ് 3 4ഉം 3 4ഉം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നെക്സ്റ്റ് സെറ്റ് 3 4 ബിലോങ്സ് ടു എ. ബിലോങ്സ് ടു പറഞ്ഞാൽ എലമെന്റ് ആണ് അല്ലെ? സെറ്റ് 3 4 എന്ന് പറഞ്ഞത് എയിലെ ഒരു എലമെന്റ് ആണ്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 3 4ലെ ഒരു എലമെന്റ് ഏതാ? ഒറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ, അതേതാ? സെറ്റ് 3 4 അല്ലെ? സെറ്റ് 3 4 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ് ഈ സെറ്റിലുള്ളത്. സെറ്റ് 3 4 ഈ സെറ്റിലും ഉണ്ട്, പിന്നെ ഏതിലും ഉണ്ട്? എയിലും ഏതുണ്ട്? സെറ്റ് 3 4 ഉണ്ട്. ഹെൻസ് സെറ്റ് 3 4 സബ്സെറ്റ് ഓഫ് എ. അപ്പൊ ഇതിലുള്ള ഈ സെറ്റ് 3 4 എയിലും ഉള്ളത് കൊണ്ട് ഇത് സബ്സെറ്റ് ആണ്. നെക്സ്റ്റ് 1 belongs to A. കറക്റ്റ് ആണല്ലോ. 1 ഏതിലുണ്ട്? എയിലുണ്ട്. 1 സബ്സെറ്റ് ഓഫ് എ. അതെന്താ? സബ്സെറ്റ് ഏതിലാണ് ഉണ്ടാവുക? സെറ്റിലാണ്. 1 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നമ്പർ ആണ്, അത് ഒരിക്കലും എന്തല്ല? ഒരു സെറ്റേ അല്ല. അപ്പൊ 1 എന്ന് പറയുന്നത് ഒരു സെറ്റേ അല്ല. സെറ്റ് 1 എന്ന് എഴുതിയാൽ അത് സെറ്റ് ആണ്. 1 എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്. അപ്പോ 1 എന്ന് പറയുന്നത് ഒരു സെറ്റേ അല്ല. ഹെൻസ് 1 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 1 2 5 സബ്സെറ്റ് ഓഫ് എ. 1ഉം 2ഉം 5ഉം ഈ സെറ്റിലുണ്ട്. 1ഉം 2ഉം 5ഉം ഏതിലും ഉണ്ട്? എയിലും ഉണ്ട്. ഹെൻസ് 1 2 5 സബ്സെറ്റ് ഓഫ് എ. 1 2 5 സെറ്റ് 1 2 5ലെയും എലമെന്റ് ആണ്, എയിലെയും എലമെന്റ് ആണ്. ഹെൻസ് സെറ്റ് 1 2 5 സബ്സെറ്റ് ഓഫ് എ. നെക്സ്റ്റ് സെറ്റ് 1 2 5 ബിലോങ്സ് ടു എ ആണോ? ഇങ്ങനെ ഒരു എലമെന്റ് എയിലുണ്ടോ? എയില് സെറ്റ് 3 4 ഉണ്ട്, പക്ഷെ ഏതില്ല? സെറ്റ് 1 2 5 എയിലെ എലമെന്റ് അല്ല. അപ്പൊ അത് ഇൻകറക്റ്റ് ആണ്. നോട്ട് ബിലോങ്സ് ടു എ. ഉണ്ടെങ്കിൽ എന്റെ അകത്ത് ഇതേ രീതിയിൽ സെറ്റിന്റെ അകത്ത് 1 2 5 എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു എലമെന്റ് എയിനകത്ത് ഇല്ല. ഹെൻസ് നോട്ട് ബിലോങ്സ് ടു എ. നെക്സ്റ്റ്
സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് എ. സബ്സെറ്റ് ആവണമെങ്കിൽ എന്താ വേണ്ടേ? 1ഉം 2ഉം 3യും എയിലുണ്ടായിരിക്കണം. 1ഉം 2ഉം എയിലുണ്ട്, പക്ഷെ 3 എയിലുണ്ടോ? ഇല്ല. 3 നോട്ട് ബിലോങ്സ് ടു എ, ഹെൻസ് സെറ്റ് 1, 2, 3 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ ഇതിലുള്ള ഈ 3 എലമെന്റും എയിൽ ഉണ്ടായിരിക്കണം. ബട്ട് 3 നോട്ട് ബിലോങ്സ് ടു എ, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ്. 5 ബിലോങ്സ് ടു എ. 5 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എയിൽ ഉണ്ടോ? 5 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഇവിടെ കാണാനില്ല. ഹെൻസ് 5 നോട്ട് ബിലോങ്സ് ടു എ. നെക്സ്റ്റ് 5 സബ്സെറ്റ് ഓഫ് എ. നോക്കേണ്ട ആവശ്യമില്ല. എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ്. ഹെൻസ് 5 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 5 സബ്സെറ്റ് ഓഫ് എ. സെറ്റ് 5 എയുടെ സബ്സെറ്റ് ആകാൻ എന്താ കണ്ടീഷൻ വേണ്ടേ? 5 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എയിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഇല്ലല്ലോ. സെറ്റ് 5 ആകെ ഒരു എലമെന്റ് ഉള്ളൂ. ഏതാണ്? 5. 5 ബിലോങ്സ് ടു സെറ്റ് 5. ബട്ട് 5 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഏതിലില്ല? എയിൽ ഇല്ല. ഹെൻസ് സെറ്റ് 5 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോ ബിലോങ്സ് ടു നോക്കണമെങ്കിൽ എന്താണ്? ഈ ലെഫ്റ്റിൽ പറയുന്നത് എയിലുണ്ടോ നോക്കിയാൽ മതി. 3, 4 എയിലുണ്ട്. അപ്പൊ ബിലോങ്സ് ടു സബ്സെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ ബിലോങ്സ് ടു ആണെങ്കിൽ ആ സെറ്റില് എ എന്ന് പറഞ്ഞ സെറ്റില് ആ എലമെന്റ് ഉണ്ടോ നോക്കിയാൽ മതി. സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ പറയുന്ന ആ എലമെന്റ് മൊത്തം എയിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹോംവർക്ക് ചെയ്യുക. മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ഫില്ലിംഗ് സബ്സെറ്റ് നോട്ട് എ സബ്സെറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസസ്. അപ്പൊ 2, 3, 4 ഇതിലുണ്ടോ നോക്കുക. 2, 3, 4 ഈ സെറ്റിലെ എലമെന്റ് തന്നെയാണ്. അപ്പൊ സബ്സെറ്റ് എ, ബി, സി. ഇവിടെ എ ഇല്ല. ഹെൻസ് നോട്ട് എ സബ്സെറ്റ്. എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് +1 ഓഫ് യുവർ സ്കൂൾ. എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ. അപ്പൊ +1 ക്ലാസ്സിലെ സ്റ്റുഡന്റ് എന്താണ്? സ്കൂളിലെ സ്റ്റുഡന്റ് തന്നെയല്ലേ. അപ്പോ ഇതിലത്തെ എല്ലാ എലമെന്റും ഏതിലാണ്? ഇതിലുണ്ടാവും അല്ലെ. +1 എന്ന് പറയുന്നത് സ്കൂളിലെ സ്റ്റുഡൻസിന്റെ ഒരു ചെറിയ പോർഷനേ ആകുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്? സബ്സെറ്റ് ആണ്. +1 സ്റ്റുഡൻസ് ഒക്കെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് സബ്സെറ്റ് ആണ്. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ്. എല്ലാ സർക്കിളിന്റെയും റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കോ? സർക്കിൾ സബ്സെറ്റ് ആകണമെങ്കിൽ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. 2 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ കൺസിഡർ ചെയ്യാം. അത് വരൂലല്ലോ. ഇവിടെ റേഡിയസ് 1 യൂണിറ്റ് മാത്രമേ ഈ സെറ്റിൽ വരൂലൂ. അപ്പൊ ഇതെന്തല്ല? സബ്സെറ്റ് അല്ല. തിരിച്ചായിരിക്കും. ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും. റേഡിയസ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ ആണ്. അപ്പോ ആയിരിക്കും. പക്ഷെ ഇതെന്തല്ല? സബ്സെറ്റ് അല്ല. എക്സ് ഇസ് എ ട്രയാങ്കിൾ. എല്ലാ ട്രയാങ്കിളും റെക്ടാങ്കിൾ ആണോ? രണ്ടും എന്താണ്? 2 ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ്. ട്രയാങ്കിൾ ഒരിക്കലും എന്തല്ല? റെക്ടാങ്കിൾ അല്ല. അപ്പോ നോട്ട് എ സബ്സെറ്റ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ, ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിൾ തന്നെയാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഐസോസിലസും റൈറ്റ് ആംഗിളിലും ചേർന്നാലാണ് എന്ത് വരിക? ട്രയാങ്കിൾസ് വരിക. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ തന്നെയാണ്. ഹെൻസ് സബ്സെറ്റ്. ഈവൺ നാച്ചുറൽ നമ്പറും ഇൻഡിജറും. ഈവൺ നാച്ചുറൽ നമ്പർ എന്താണ്? ഒരു ഇൻഡിജർ തന്നെയാണ്. അപ്പൊ എല്ലാ ഈവൺ നാച്ചുറൽ നമ്പറും ഇൻഡിജർ ആയതുകൊണ്ട് ഇത് ഈ സെറ്റിലെ എല്ലാ എലമെന്റും ഈ സെറ്റിലും ഉണ്ടാകും. ഹെൻസ് ഇറ്റ് ഈസ് എ സബ്സെറ്റ്. ഹെൻസ് ട്രൂ ഓർ ഫോൾസ്. എ ബി അപ്പൊ എന്താണ്? സബ്സെറ്റ് ആണ്. നോട്ട് എ സബ്സെറ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. എ എന്താണ്? വവൽസ് തന്നെയാണ്. അതുകൊണ്ട് സബ്സെറ്റ് ആണ്. 1, 2, 3 ഇവിടെ 2 ഇല്ലല്ലോ. അതുകൊണ്ട് നോട്ട് എ സബ്സെറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇത് ഫോൾസ് ആണ്. എ ഇവിടെ എ ഉണ്ട്. അപ്പൊ സബ്സെറ്റ് ആണ്. ഇത് സബ്സെറ്റ് അല്ല. ഇത് ബിലോങ്സ് ടു ആണ്. സെറ്റ് എ എന്ന് പറഞ്ഞ എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എ ഉണ്ട്. ഏതില്ല? സെറ്റ് എ ഇല്ല. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഇത് സെറ്റ് എ ആണ്. സെറ്റ് എ ഈ സെറ്റിൽ ഇല്ല. ഉണ്ടാവണം എന്തുവാണ്? ഇവിടെ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെന്താണ്? ഫോൾസ് ആണ്. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36.
ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ഏതാ? 2ഉം 4ഉം. 2ഉം 4ഉം 36നെ ഡിവൈഡ് ചെയ്യില്ലേ? 36/2 18 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 9 ആണ് അല്ലെ? 4 × 9 അല്ലെ 36. അപ്പൊ 2ഉം 4ഉം ഈ സെറ്റിലെയും എലമെന്റ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് എ സബ്സെറ്റ്. താങ്ക് യു.